ഹലോ കൂട്ടുകാരെ, അനിയുടെയും നന്ദുവിൻ്റെയും പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആ ട്രെയിനറുടെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോഴേക്കും നന്ദുവിൻ്റെ റൂംമേറ്റ് നന്ദുവിനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ വിളിച്ചിട്ട് കാര്യം പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ തന്നെ ഒരുപാട് റിസ്ക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ വിളിച്ച് വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടുകാരെ കൂടെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? ഏയ് അതൊന്നും ശരിയാവില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുമ്പോഴേക്കും, എങ്കിലും ഒരു കാര്യം ചെയ്യ്, നീ മൂർത്തി സാറിനെ വിളിച്ചിട്ട് പറ, മൂർത്തി സാർ ഇടപെട്ടാ ഇയാളെ മാറ്റിയിട്ട് വേറൊരു ട്രെയിനറെ കൊണ്ടുവന്നാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാൾക്ക് നിന്നോട് എന്തോ മുൻവൈരാഗ്യം ഉള്ള പോലെയാണ് നിന്നോട് പെരുമാറുന്നത്. നിന്നെ മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് അയാൾ എന്തൊക്കെയോ ചെയ്യുന്നതും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ട്രെയിനിങ് പീരീഡിൽ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുകയും നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിന്നെ അയാൾ എന്തിനാണ് ഇങ്ങനെ പനിഷ്മെൻ്റ് എന്ന് പരീക്ഷിക്കുന്നത്? എനിക്കെന്തോ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ റൂംമേറ്റ് പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യവും നിനക്ക് പനിഷ്മെൻറ്റ് തരുമ്പോഴേക്കും അയാളത് മൊബൈലിൽ പകർത്തുന്നുണ്ട്. അയാൾ ഫോണിൽ അത് വീഡിയോ എടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടാണ് അയാൾ എനിക്കൊരു പനിഷ്മെൻറ്റ് തന്നത്, എന്നോട് 10 റൗണ്ട് ഓടാൻ പറഞ്ഞത്. വീഡിയോയോ? എന്ത് വീഡിയോ എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പോഴേക്കും, അതേടാ ഞാൻ കണ്ടായിരുന്നു, അന്ന് നിന്നോട് പുഷപ്പ് എടുക്കാൻ പറഞ്ഞപ്പോഴും അയാൾ ആ ഫോൺ ഓണാക്കി നിന്റെ നേരെ പിടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പലതവണയായിട്ട് അയാൾ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. അത് ഞാൻ അന്ന് കണ്ടപ്പോഴാണ് അയാൾ എന്നോട്, റൂംമേറ്റിനോട് അധികം സഹതാപമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് പനിഷ്മെൻ്റായിട്ട് 10 റൗണ്ട് എന്നോട് ഓടാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ആ ഫ്രണ്ട് പറയുന്നുണ്ട്. നിന്റെ ഫോൺ എടുത്ത് പരിശോധിക്കേണ്ട ആവശ്യമൊക്കെ അയാൾക്ക് എന്തിരിക്കുന്നു? നീ ആരെ സ്നേഹിച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അയാൾ എന്തിനാ അതൊക്കെ നോക്കുന്നത്? ഇവിടെ ആര് വന്നാലും അവർക്ക് നല്ലപോലെ ട്രെയിനിങ് കൊടുത്ത് അവരെ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കുക എന്നുള്ളതാണല്ലോ അയാളുടെ ഡ്യൂട്ടി. അതിന് അയാൾ നിന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാണ്? നിന്റെ റൂംമേറ്റ് ആയതുകൊണ്ട് തന്നെ അയാൾ എനിക്കിട്ട് ഇടയ്ക്കൊക്കെ പണി തരുന്നുണ്ട്. അതുകൊണ്ട് അയാൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് നിന്നെയാണ്. മറ്റാർക്കും വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ആ ഫ്രണ്ട് പറയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ നന്ദുവിനും ചെറിയ രീതിക്ക് ഒരു സംശയമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദു ആ റൂംമേറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അനിയുടെ ഭാര്യ അനാമികയെ കുറിച്ചിട്ട്, മിക്കവാറും അവളുടെ വീട്ടുകാരുടെയും പണിയായിരിക്കും ഇത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലും അവർ തന്നെയായിരിക്കും. ഞാൻ എസ് ഐ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അവളും അവളുടെ വീട്ടുകാരും എന്ത് തരിയുടെ പണിയും ഒപ്പിക്കും. ഞാൻ എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ ചീട്ട് കയറുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടായിരിക്കാം അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടിട്ടൊന്നും ഞാനൊന്നും പേടിക്കാൻ പോകുന്നില്ല. അയാൾ എനിക്ക് കൂടുതൽ കൂടുതൽ പനിഷ്മെൻറ്റുകൾ തന്നാൽ പോലും ഞാൻ ഇതൊന്നും ഇട്ടിട്ട് പോകാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഒരു എസ് ഐ ആയിട്ട് തന്നെ ഇറങ്ങുള്ളൂ. അയാൾ ഇവിടെ വരെ പോകുന്നു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നന്ദുവിന് നല്ല ജലദോഷം പനിയൊക്കെ ആവുന്നുണ്ട്. അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന ഒരവസ്ഥയിൽ കൂട്ടുകാർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എണീറ്റ് വന്നില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പറയുമെന്ന്. എന്നിട്ട് അവരോട് പോയി സംസാരിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാം എന്നൊക്കെ റൂംമേറ്റ് പറയുമ്പോഴേക്കും തന്നെ നന്ദു എഴുന്നേറ്റ് ഓഫീസറുടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇവക്ക് തീരെ വയ്യ, ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? ചെറിയൊരു ജലദോഷം ചുമയും വന്നതിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ട്രെയിനിങ് പീരീഡിൽ അങ്ങനെ പലതും ഉണ്ടാകും. അതൊക്കെ സഹിച്ച് നിൽക്കാവുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് പോകാം. പക്ഷേ ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്ന് ഞാൻ ഇവിടെ എഴുതി വെക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും റൂംമേറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, സാറ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തരുന്നതിനേക്കാളും 10 ഇരട്ടി കൂടുതലാണ് നന്ദുവിന് കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ. അതുകൊണ്ട് അവൾക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് പനി പിടിച്ചത്. ദയവ് ചെയ്ത് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അനുവദിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ ഓഫീസർ റൂംമേറ്റിൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. ഓഹോ, അപ്പോൾ ഞാൻ തരുന്ന ട്രെയിനിങ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ പറയാൻ മാത്രം നീയൊക്കെ വളർന്നോ? അപ്പോൾ അത്രയ്ക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആ ഓഫീസർ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു പഴയ ട്രെയിനറെ പോലെ അല്ല ഞാനെന്ന്. എൻ്റെ രീതികളെല്ലാം വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരേപോലത്തെ ട്രെയിനിങ്ങുകളല്ല ഞാൻ തരുന്നതെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതാണ്. പലർക്കും പല രീതികളിലുള്ള ട്രെയിനിങ്സാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് എൻ്റെ രീതി എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും റൂംമേറ്റ് പറയുന്നുണ്ട്, സാർ ഇവക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്, ഇവളെ ദയവേത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഇപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മര്യാദയ്ക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങിക്കോ, ഇന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു തീരെ ആവശ്യതയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. സാർ എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ഇവിടെ ഇനി അധികം ഒന്നും ആരും പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും റൂംമേറ്റ് നീ വാടാ എന്നും പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഇയാൾ വന്നിട്ട് എല്ലാവരും ഒരു 3 റൗണ്ട് ഓടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സാർ ഞാൻ ഓടിക്കോളാം, നന്ദുവിനെ കൊണ്ട് കഴിയില്ല എന്നാണ് തോന്നുന്നത്, ഇവക്ക് നല്ല ക്ഷീണമുണ്ട്, ഇവളെ ഒന്ന് ഹോസ്പിറ്റലിലാക്കണമെന്ന് പറയുമ്പോഴേക്കും തന്നെ അയാൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനാണെങ്കിൽ ഇവളെ ഇപ്പം തന്നെ ഇവിടെ ഞാൻ ഡിസ്മിസ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ നന്ദു ഇങ്ങനെ ഓടാൻ ശ്രമിക്കുന്നുണ്ട്.
ആ ഒരു സമയത്ത് തന്നെ നന്ദുവിന് ഒരു തലകറക്കം പോലെ ഉണ്ടായിട്ട് നന്ദു അവിടോട്ട് വീഴുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഓടി വരുന്നുണ്ട്. നന്ദുവിൻ്റെ റൂംമേറ്റ് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് നന്ദുവിനെ താങ്ങി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. "സർ, ഞാൻ പറഞ്ഞല്ലേ ഇവക്ക് തീരെ സുഖമില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ട്രെയിനർ വിസിലടിച്ചിട്ട് എല്ലാവരും ബാക്കിലേക്ക് പോകൂ, ബാക്കിലേക്ക് പോയിട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും നീ ഇവളെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി കിടത്തുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇവളുടെ അടവാ, ഇന്ന് ട്രെയിനിങ് ചെയ്യാതെ കിടക്കാനുള്ള അടവാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും റൂംമേറ്റ് പറയുന്നുണ്ട്, സാർ ഇത് ചുമ്മാ പറയുന്നതല്ല, അവൾക്ക് നല്ല പനിയുണ്ട്, അവളുടെ മേലൊന്ന് തൊട്ടു നോക്കിയാൽ നല്ല ചൂടുണ്ട്, ഇവൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വേണ്ട വേണ്ട, ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട, റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ചെയ്ത് പ്രാക്ടീസ് എടുക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് മടി പിടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വേറൊന്നും പറയാതെ തന്നെ റൂംമേറ്റ് നന്ദുവിനെ കൊണ്ട് റൂമിൽ കിടത്തുന്നുണ്ട്. അങ്ങനെ റൂംമേറ്റ് നന്ദുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ റൂമിൽ കൊണ്ടുപോയിട്ട് അവളിങ്ങനെ കട്ടിലൊക്കെ കിടത്തിയിട്ട് തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. ഇയാൾ നന്ദുവിനെ ഇട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ട്രെയിനിങ് പീരീഡ് കഴിയുന്നവരെ ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ ഇവളെങ്ങനെ അയാളുടെ അടുത്ത് പിടിച്ചു നിൽക്കും എന്നൊക്കെ ഇങ്ങനെ ആ റൂംമേറ്റ് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് റൂംമേറ്റ് ഒരു കാര്യം ചിന്തിക്കുന്നത്. അവളുടെ ഫോൺ എടുത്തിട്ട് അവൾ ഡയൽ ചെയ്തിട്ടുള്ള നമ്പറുകളൊക്കെ നോക്കുന്നുണ്ട്. അമ്മയും അച്ഛനും ചേച്ചിമാരെയൊക്കെ വിളിച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവരെ വിളിക്കേണ്ട, അനിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. മൂർത്തി സാറിൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മൂർത്തി മുത്തശ്ശൻ എന്ന് പറഞ്ഞുള്ള നമ്പറിൽ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ഫോണിനെടുക്കുന്നുണ്ട്. നന്ദുമോളെ, എന്തുണ്ട് വിശേഷം, എന്തൊക്കെയുണ്ട് അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. അപ്പോഴേക്കും ഇവിടുന്ന് റൂംമേറ്റ് പറയുന്നുണ്ട്, സാർ അത് പിന്നെ ഞാൻ നന്ദുവിൻ്റെ റൂംമേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ റൂംമേറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മൂർത്തിയുടെ അടുത്ത്. ട്രെയിനിങ് ആണെന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ കൊണ്ട് അവൾക്ക് താങ്ങാവുന്നതിലും അധികം പനിഷ്മെൻറ്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അവൾക്ക് നല്ല പനിയുണ്ട്, അപ്പോൾ പോലും അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അയാൾ കൂട്ടാക്കണില്ല. ഭയങ്കര റോൾഡായിട്ടാണ് നന്ദുവിനോട് പെരുമാറുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് റൂംമേറ്റ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് വിളിച്ച് പറയാൻ, അപ്പോഴേക്കും അവൾ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവൾക്ക് എസ് ആകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി അവൾക്കുണ്ട്. തന്നെയുമല്ല, ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടാലോ എന്നുള്ളൊരു പേടിയുമുണ്ട് അവൾക്ക്. അതുകൊണ്ട് തന്നെ അവൾ ആരെയും ഇത് അറിയിക്കുന്നില്ല. എങ്ങനെയും അവൾക്ക് ആകണമെന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് റൂംമേറ്റ്. അപ്പോഴേക്കും തന്നെ പറയുന്നുണ്ട്, വീട്ടിൽ വിളിച്ച് പറയാൻ പറഞ്ഞപ്പോഴേക്കും ആരോടും കൂടി പറഞ്ഞിട്ട് ഇനി അവരെ കൂടി എന്തിനാണ് വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവളെന്നോട് പറഞ്ഞു എന്നൊക്കെ റൂംമേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ ഇപ്പം തന്നെ അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകും. അവളുടെ ആകണമെന്നുള്ള സ്വപ്നമാണ് ഇല്ലാതായി പോകുന്നത്. അവളെ ആയിട്ട് തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സന്തോഷമായി തീരും. അതുകൊണ്ട് തന്നെ ഇവൾ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതെ മൂടി മറച്ചു വെച്ചിരിക്കുകയാണ്. നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദു കാക്കിയിടുന്നതിനോട് വലിയ താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകും. പിന്നെ അവളുടെ സ്വപ്നം നടക്കാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് അവൾ ആരോടും ഇക്കാര്യം പറയാതിരിക്കുന്നത്. എല്ലാവരും വിളിക്കുമ്പോഴും സുഖമാണെന്ന് പറയുന്നുണ്ടെങ്കിലും പഴയ ട്രെയിനർ കുഴപ്പമില്ലായിരുന്നു. പഴയ ട്രെയിനർക്ക് അവളെ വലിയ കാര്യമായിരുന്നു, അവൾക്ക് ഒരു പനിഷ്മെൻറ്റ് പോലും കൊടുക്കില്ലായിരുന്നു. പക്ഷേ പുതിയതായിട്ട് വന്ന ട്രെയിനർ ഇങ്ങേര് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് താങ്ങാവുന്നതിലും അധികമാണ് അവൾക്ക് കൊടുക്കുന്നത്. അവളുടെ റൂംമേറ്റ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ എനിക്കും അയാൾ പനിഷ്മെൻറ്റ് തരുന്നുണ്ട്. എന്തോ ഒരു മുൻവൈരാഗ്യം ഉള്ള പോലെയാണ് അയാൾ നന്ദുവിനോട് പെരുമാറുന്നത്. ഇപ്പോൾ തന്നെ ആണെങ്കിൽ അവൾക്ക് നല്ല പനിയുണ്ട്. എന്നിട്ട് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴേക്കും അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയാൽ അയാൾ ട്രെയിനിങ് ഡിസ്മിസ് ചെയ്ത് പുറത്താക്കുമെന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ റൂംമേറ്റ് മുത്തശ്ശനോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അയാൾ ഇടയ്ക്കിടയ്ക്ക് നന്ദുവിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ നന്ദുവിനെ കൊണ്ട് 100 പുഷപ്പ് എടുപ്പിച്ചു. ആ സമയത്ത് ഞാൻ അയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് അധികം സഹതാപമൊന്നും വേണ്ട, നീ അവളുടെ റൂംമേറ്റ് അല്ലേ, എന്നാൽ നീ ഒരു 10 റൗണ്ട് ഓടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പനിഷ്മെൻറ്റ് തന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് അവൾക്ക് കൊടുക്കുന്ന പനിഷ്മെൻറ്റുകളുടെ എല്ലാം വീഡിയോസ് എടുക്കുന്നുണ്ട്. അത് ആർക്കും അയച്ചു കൊടുക്കാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആ റൂംമേറ്റ് പറയുന്നുണ്ട്. ആഹാ, ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അയാളുടെ കീഴിൽ ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെയും നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥരാക്കുക എന്നുള്ളതാണ് അയാളുടെ ഡ്യൂട്ടി. അയാളിപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? മറ്റാർക്കോ വേണ്ടിയിട്ട് അവിടെ വരുന്ന കുട്ടികളെ ഇത്രയും പനിഷ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് അവരെങ്ങനെ ട്രെയിനിങ് ചെയ്തിച്ചുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? ഇയാൾ അത് വേറെ ആർക്കോ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. മോളെന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ആ നന്ദുമോളെ ഇട്ട് അയാൾ എണ്ണ വരപ്പിച്ചേനെ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. അത്രയ്ക്ക് അഹങ്കാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥനോ? അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. വേണ്ട ഉദ്യോഗസ്ഥരെ കണ്ടിട്ട് അയാളെ അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള പണികളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും മോള് നന്ദുവിനെ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ.
ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ആൾക്കാരെ പറഞ്ഞു വിട്ടോളാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ആ എന്നാൽ ശരി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്തേക്ക് തന്നെ അവളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ട്രെയിനർ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ ഒരു ട്രെയിനർ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവളെ കൊണ്ടുപോയി കിടത്തിയില്ലേ, ഇനിയിപ്പോൾ നിനക്ക് പുറത്ത് പോയി എക്സസൈസ് ചെയ്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ റൂംമേറ്റ് ഇറങ്ങി ഗ്രൗണ്ടിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അയാൾ അകത്തേക്ക് കയറി വന്നിട്ട് നന്ദു ഇങ്ങനെ ക്ഷീണിച്ച് അവശതയായിട്ട് കിടക്കുന്നത് ഒരു വീഡിയോ കോൾ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, താനാൾ കൊള്ളാമല്ലോ, എന്തായാലും കൊള്ളാം, തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, പോയി ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൾ ഈ പരുവത്തിലാക്കാൻ തനിക്ക് കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി അവൾ ഒരിക്കലും ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഇയാൾ വേണുവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇയാളുടെ പുറകിലായിട്ട് 2 ഓഫീസേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട്. മുത്തശ്ശനാട്ടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് നല്ല പിടിപാടുണ്ടല്ലോ. അയാളിങ്ങനെ വേണുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ നന്ദുവിൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് 2 പോലീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. അവർ വന്ന് നിൽക്കുന്നത് ഈ ട്രെയിനർ കാണുന്നില്ല. അയാളിങ്ങനെ വേണുവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ ഇവർ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, എന്തായാലും സാറ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി അവളെ ആയിട്ട് പുറത്തിറങ്ങരുത്. അതിന് വേണ്ടിയിട്ട് സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. സാറിന് വേണ്ടത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട്. ശരിയടോ, ഓക്കെ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അയാളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് തൻ്റെ പിന്നിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നിൽക്കുന്നത്. അപ്പോഴേക്കും ആ ഓഫീസേഴ്സ് ട്രെയിനറോട് ചോദിക്കുന്നുണ്ട്, സംസാരിച്ചു കഴിഞ്ഞോടോ എന്ന്. അപ്പോഴേക്കും സാർ ഞാൻ ഈ കുട്ടിക്ക് സുഖമില്ലാന്ന് പറഞ്ഞു, അത് നോക്കാൻ വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ ഓഫീസേഴ്സ് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലായി, താൻ വിളിച്ചയാളെ ഞങ്ങൾ കണ്ടായിരുന്നു, അയാൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. ഇവളെ ആയിട്ട് പുറത്തിറങ്ങരുത്, അതിന് വേണ്ടിയിട്ട് ഇവളെ കൊണ്ട് മാക്സിമം ട്രെയിനിങ് എടുപ്പിച്ചിട്ട് അവൾക്ക് ഒട്ടും പറ്റാണ്ടാവുമ്പോഴും ഇവളെ ഡിസ്മിസ് ചെയ്യുക, ഇതൊക്കെയല്ലേ അയാൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല സാർ എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേണ്ട വേണ്ട, താൻ ഇനിയൊന്നും പറയണ്ട, ഞങ്ങൾ ബാക്കിയുള്ള കുട്ടികളുടെ മൊഴിയൊക്കെ എടുത്തു കഴിഞ്ഞു, അവരെല്ലാം തന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്, താൻ ഒരാളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ മറ്റേ ഓഫീസർ ഈ ഫോൺ കുറച്ച് സമയം ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നുണ്ട്. സാർ എൻ്റെ ഫോണിങ് തരൂ സാർ എന്നൊക്കെ ഇങ്ങനെ ട്രെയിനർ പറയുന്നുണ്ടെങ്കിലും ഈ ഫോൺ ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണം, താൻ ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ആ വീഡിയോസൊക്കെ ആർക്കാണ് അയച്ചു കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. താൻ എന്തായാലും പുറത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ ആ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ വേണു എന്ന് പറയുന്ന ആളുടെ ഫോണിലേക്ക് നന്ദുവിനെ ടോർച്ചർ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ വാട്സപ്പിൽ അയച്ചിട്ടുള്ള വോയിസൊക്കെ ഇവർ കേൾക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ പറയുന്നുണ്ട്, നന്ദുവിനായിട്ട് എണ്ണ വരപ്പിക്കണം, അവൾ ആയിട്ട് പുറത്തേക്ക് വരരുത്, ആയിട്ട് പുറത്തേക്ക് വന്നാൽ അത് ഞങ്ങൾക്ക് തലവേദനയാകും, അതുകൊണ്ട് അവൾ ഒരു കാരണവശാലും ആകരുത്, അവളെ മാക്സിമം അവിടെ എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യിക്കണം, അവളെ ടോർച്ചർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വോയിസ് മെസ്സേജുകളായിരുന്നു അതൊക്കെ ഇങ്ങനെ അവർ കേൾക്കുന്നുണ്ട്. തനിക്ക് നാണമില്ലേടോ, താൻ ഇങ്ങനൊരു പോസ്റ്റിലിരുന്നുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവോ, ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടി ട്രെയിനിങ് കൊടുക്കുന്ന താനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പോലീസ് ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട്. നാണമില്ലേ, എന്തായാലും തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡർ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ ട്രെയിനർ പോലീസ് ഓഫീസേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, സാർ ആരാണ് സാർ എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നന്ദുവിൻ്റെ റൂംമേറ്റിനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ പോലീസ് ഓഫീസേഴ്സ് പറയുന്നുണ്ട്, താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, ഇത് ഇവിടുന്ന് വന്ന കംപ്ലയിൻ്റ് അല്ല, ഇത് ഇവിടുന്ന് ഒന്നും കിട്ടിയ പരാതിയല്ല, ഈ നന്ദു എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയുടെ കുടുംബത്തിനെ കുറിച്ച് തനിക്ക് അറിയുമോ, അനന്തപുരി എന്ന് കേട്ടിട്ടുണ്ടോ, മൂർത്തി സാർ എന്ന് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ട്, ആ കുടുംബത്തിലെ കുട്ടിയാണിത്, ആ കുട്ടിയോടാണ് താൻ ഈ വേലത്തരങ്ങളൊക്കെ കാണിച്ചത്, തനിക്ക് എന്തായാലും ഇതിൽ നിന്ന് ഊരി പോരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അയാൾക്ക് പല ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും പല പിടിപാടുമുണ്ട്, അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ വരേണ്ടി വന്നു, തൻ്റെ കാര്യം കഷ്ടത്തിലാകുമല്ലോടോ, താനിനി എന്തായാലും ഉടനെ ഒന്നും പുറത്തിറങ്ങും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പോലീസ് ഓഫീസേഴ്സ്. അദ്ദേഹം ഒരിക്കലും കള്ളം പറയില്ല, എന്തായാലും തെളിവുകൾ സഹിതം കൈയോടെ പിടികൂടി, ഈ തെളിവ് മതി തന്നെ കോടതിയിൽ ഹാജരാക്കാനായിട്ട്, എന്തായാലും ഞങ്ങൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പോവുക, ഇനി തൻ്റെ സസ്പെൻഷൻ ഡിസ്മിസ് ആവുമെന്ന് നോക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസ് ഓഫീസേഴ്സ് ലേഡീസ് കോൺസ്റ്റബിൾസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അകത്ത് കിടക്കുന്ന കുട്ടീനെ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അങ്ങനെ അവർ 2 പോലീസ് ഓഫീസേഴ്സ് അകത്തേക്ക് കയറി ചെന്നിട്ട് നന്ദുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആ റൂംമേറ്റ് നന്ദുവിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം നന്ദുവിന് ബോധം വരുന്നുണ്ട്. അങ്ങനെ നന്ദുവിന് ട്രിപ്പൊക്കെ കയറി കഴിഞ്ഞ് നന്ദു ഇച്ചിരി ഒരു നോർമലായി കഴിയുമ്പോഴേക്കും നന്ദു റൂംമേറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാനെങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നത്, ആ ട്രെയിനർ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും റൂംമേറ്റ് പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്നുള്ളത് അറിയാം,
എന്നാലും ഞാൻ മൂർത്തി സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. വീട്ടിൽ പറഞ്ഞാലല്ലേ പ്രശ്നമാവുള്ളൂ. എന്തായാലും ഞാൻ അനിയുടെ മുത്തച്ഛനെ വിളിച്ചിട്ടാണ് കാര്യം പറഞ്ഞത്. അവരോട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും തന്നെ സാറ് പെട്ടെന്ന് തന്നെ 2 പോലീസ് ഓഫീസേഴ്സിനെ ഇങ്ങോട്ടേക്ക് അയച്ചു. തെളിവ് സഹിതം അവർ കൈയോടെ ട്രെയിനറെ പൊക്കുകയും ചെയ്തു. അവരാണ് നിന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാളുടെ ഫോൺ സെർച്ച് ചെയ്തപ്പോഴേക്കും നിന്റെ കുറേ വീഡിയോസ് അതിലുണ്ടായിരുന്നു. അയാൾ ആ വീഡിയോ ഒക്കെ എടുത്തിരുന്നതും ആ വേണു എന്ന് പറയുന്ന അനാമികയുടെ അച്ഛനില്ലേ അയാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ വേണു എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു അയാൾ നിന്നെ ഇത്രമാത്രം ടോർച്ചർ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാൾക്കും അയാളുടെ മോൾക്കും സന്തോഷിക്കാനായിട്ട് നീ എസ് എ ആയിട്ട് ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്നായിരുന്നു അയാൾ ട്രെയിനറോട് പറഞ്ഞിരുന്നു. അയാളുടെ സ്വാധീനം കൊണ്ടാണ് പഴയ ട്രെയിനർ മാറിയിട്ട് ഇയാളെ ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യിച്ചതും. ഇയാൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് തന്നെ ഇയാളെ കയ്യിലെടുത്തു. എന്നിട്ട് ഇയാളോട് വേണു, അതായത് അനാമികയുടെ അച്ഛൻ പറഞ്ഞു അത്രേ, നന്ദു ഒരു കാരണവശാലും എസ് എ ആയിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല, അതുകൊണ്ടാണ് അയാൾ നിന്നോട് എന്തോ മുൻവൈരാഗ്യമുള്ള പോലെ പെരുമാറിയത്. അപ്പോഴേക്കും റൂംമേറ്റ് പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു എന്തോ കള്ളക്കളി ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം. അയാൾ മനഃപൂർവ്വമാണ് നിന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തെളിവ് സഹിതം അയാളെ പൊക്കി എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ എന്തായാലും കോടതിയിലായിരിക്കും. ഒന്നെങ്കിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് നല്ലൊരു ട്രെയിനറായിരിക്കും വരാൻ പോകുന്നത്, അതുകൊണ്ട് സമാധാനം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങുന്നവരെ എനിക്കൊരു പരീക്ഷണ കാലഘട്ടമാണ്, എന്തൊക്കെ അതിജീവിച്ചാലും ഞാനൊരു എസ് എ ആയിട്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും റൂംമേറ്റ് പറയുന്നുണ്ട്, ഇനി നീ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നിൻ്റെ അനിയുടെ മുത്തച്ഛന് എന്തായാലും ഇനി നല്ലൊരു ഓഫീസറെ തന്നെ ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യിക്കുള്ളൂ. എന്നാലും നീ അത് വിളിച്ച് പറയണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത് അറിയും ചിലപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് സാരമില്ല, നീ എൻ്റെ ഫ്രണ്ട് അല്ലേടാ. നിന്നെ അയാൾ ഇത്രമാത്രം ടോർച്ചർ ചെയ്യുമ്പം ഞാൻ എങ്ങനെ അതൊക്കെ സഹിച്ച് ഇരിക്കുന്നത്? ഇപ്പോൾ പോലും കണ്ടില്ലേ, നിനക്ക് ഇത്രയും പനി കൂടിയിട്ട് ഇത്രയും ആവശ്യതയായി ബോധം കെട്ട് വീണിട്ട് പോലും അയാൾ നിന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ പോലും കൂട്ടാക്കിയില്ല. പിന്നെ ഈ ഒരു ട്രെയിനിങ് പീരീഡ് മുഴുവൻ അയാളുടെ ടോർച്ചറിങ് നമ്മൾ സഹിക്കേണ്ടി വരില്ലേ? എന്തായാലും ഈ ചെയ്തത് തന്നെയാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നങ്ങ് റൂംമേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും അച്ഛനും അമ്മയും ഇതൊന്നും അറിയാതിരുന്നാൽ മതിയായിരുന്നു. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊന്നും ഇഷ്ടാവില്ല. അവരെന്നോട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നന്ദു.